ഗൈസ്, അപ്പോൾ നമ്മളിത് ചെടികളെ പറ്റി അറിയാൻ വേണ്ടിയിട്ട് അവളിപ്പോഴാണ് ഒന്ന് ഫ്രീ ആയേക്കുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ ഒരുപാട് മരങ്ങളും ഒക്കെ ഉണ്ട്, ബെഡ് ചെയ്തേക്കുന്ന പല ഇനം വെറൈറ്റീസ് ആയിട്ടുള്ള ഒരുപാട് ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് ഒന്ന് കാണാട്ടോ. ഞാൻ അവളോടൊന്ന് ചോദിക്കാം, അവളിപ്പോൾ അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനെ പറ്റി ഒന്ന് ഡീറ്റെയിൽ ഒരു വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചാണ് ഇരുന്നിരുന്നത്. ഇപ്പോഴാണൊന്ന് ഫ്രീ ആയേക്കണത്. ഇന്നലെ ഞാൻ വന്നപ്പോൾ തന്നെ അവളോട് പറയേണ്ടതാണ്, അവൾ ഭയങ്കര ബിസിയാണ് ഞങ്ങൾ വന്നതുകൊണ്ട്. അപ്പോൾ അവളോട് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കൊന്ന് ചോദിച്ചു നോക്കാം എങ്ങനെയാണ്. ഇത് മല്ലിക ഇനത്തിൽപ്പെട്ട മാവാണ്. ഇത് നമ്മൾ ബഡ്ഡിംഗ് തൈ ആണ് നട്ടത്. 3 വർഷം കൊണ്ട് തന്നെ ഇത് കഴിച്ചു കിട്ടി നമുക്ക്. നല്ല വലിപ്പത്തിലുള്ള മാങ്ങയാണ് ഇതിന്റെ. പിന്നെ ഇതില് ബഡ് ചെയ്തിട്ടുണ്ട് കേട്ടാ. എന്റെ ഹസ്ബൻഡ് ബഡ് ചെയ്യണ ഒരാളാണ്. ഈ ഒരു ചില്ല വേറെ ടൈപ്പ് ഒരു മാങ്ങയാണ് ഇതിന്റെ. മൊത്തം 3 ടൈപ്പ് മാങ്ങയാണ് ഇതുമ്മ സെറ്റ് ചെയ്തേക്കുന്നത്. ഈ ഒരു ചില്ല ഫുള്ളും വേറെ ടൈപ്പ് മാങ്ങയാണ്. മാവിന്റെ ഒരു സൈഡ് ബഡ് ചെയ്തിട്ട് വേറെ ടൈപ്പിലുള്ള മാങ്ങയാണ് ഉണ്ടാവണേന്നാണ് അവള് പറയണത്. നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ടാവും. അവൾക്ക് പറയാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, അവൾ അങ്ങനെ പറയാത്തത് കൊണ്ട്. അവ ഈ മാവിന്റെ ഒരു സൈഡ് വേറെ മാങ്ങയാണ്, ഒരു സൈഡ് വേറെ മാങ്ങ, അങ്ങനെ 2 ടൈപ്പിൽ മാങ്ങകളാണ് ഇതിൽ ഉണ്ടാകുന്നത്. ഇത് ജബോട്ടിക്കാബ എന്ന് പറയും, മരമുന്തിരി എന്ന് പറയും അതിന്. ഇത് ഒരുപാട് 1-2 ടൈപ്പ് വെറൈറ്റീസ് ഉണ്ട് ഇതിന്റെ. അതിലൊരു വെറൈറ്റിയാണത്. അത് നമ്മൾ നട്ടതിന് ശേഷം അത് ചീത്തയായി പോയിട്ട് ഇപ്പൊ വീണ്ടും സെറ്റായി വന്നു തുടങ്ങണതാണ്. അതുപോലെ ഇത് മിറാക്കിൾ ഫ്രൂട്ട് എന്ന് പറഞ്ഞ ഒരു എനോണ്. നല്ല നമ്മളിത് കഴിച്ചിട്ട് എന്ത് കഴിച്ചാലും നമുക്ക് വായിക്ക് നല്ല മധുരമായിരിക്കുള്ളൂ. കയ്പുള്ളതോ എന്തും കഴിക്കാം. നല്ല ഷുഗറുകാർക്കൊക്കെ പറ്റിയ നല്ലൊരു അടിപൊളി ഫ്രൂട്ടാണത്. കഴിഞ്ഞിട്ട് പിന്നെ അതിന്റെ അടുത്ത് നിൽക്കുന്നത് ഒരു പേരയാണ് കേട്ടോ, റോസ് പേര എന്ന് പറയും. അത് നന്നായിട്ട് വളർന്ന് പന്തലിച്ചിട്ടുണ്ട്. ഇതിൽ നിറയെ പേരക്കകൾ ഉണ്ടാവാറുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഒരു ബോഗൺവില്ലയാണ് വളർന്നേക്കണത് കേട്ടോ. പിന്നെ മുകളിൽ കയറ്റിയേക്കുന്നതാണ് മുന്തിരി. മുന്തിരിയുടെ ഡീറ്റെയിൽസ് അവൾ തന്നെ പറയും. ജ്യൂസ് മുന്തിരിയാണ് ഇത്. നമുക്ക് ഇതിപ്പോ ഒരുപാട് പ്രാവശ്യം ഇപ്പൊ ഉണ്ടായി. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് 1 കിലോത്തോളം കിട്ടിയതാണ് ഇതിൽ. ഇപ്രാവശ്യം ഇത്തിരി കുറവായിട്ടാ കാണുന്നത്. അതെന്ത് പറ്റിയെന്ന് അറിയില്ല. ഇനി കാലാവസ്ഥയുടെ ആണോ എന്താണോന്ന് അറിയില്ല. ചിലപ്പോ ക്ലൈമറ്റ് പറ്റിയിട്ടുണ്ടാവില്ല. നല്ല മധുരം ഉണ്ട് ഇത്. സാധാരണ എല്ലാവരും ഭയങ്കര പുളിയായിരിക്കും എന്നൊക്കെയാ പറയാ. പക്ഷെ ഇത് നന്നായിട്ട് കറുത്ത് കഴിഞ്ഞാല് നല്ല മധുരമാണ് ഇതിന്. നമ്മൾ ആ ടൈമിൽ ഇത് വിളവെടുക്കാൻ പാടുള്ളൂ. നന്നായിട്ട് കറക്കണം. ഇപ്രാവശ്യം കുറവാ, അല്ലെങ്കിൽ നല്ല വലിയതായിട്ട് ഉണ്ടാവും എപ്പോഴും. മുന്തിരി പോയേക്കണത്. മുന്തിരിയുടെ ഇതാണത്, മുന്തിരിയുടെ തണ്ട്. ഇത് എത്ര വർഷം പഴക്കമുണ്ട് ഇതിന് മുന്തിരിക്ക്? 3 വർഷം. 3 വർഷം പഴക്കമുള്ള മുന്തിരിയാണ്ടത്. നന്നായിട്ട് ഉണ്ടാവുന്നുണ്ട്. ഇങ്ങനെ വരണം, ഇങ്ങനെ നല്ല കനത്തില് തടി നിൽക്കണം. ഉണങ്ങിയ പോലെ നമുക്ക് തോന്നും ഇതിന്റെ തടി. പക്ഷെ ഇത് ഇങ്ങനെ നിന്നാലാണ് അത് നല്ല മൂപ്പായിട്ടുണ്ടെന്നുള്ളത് നമുക്ക് കിട്ടും. അപ്പൊ ഇങ്ങനെ വരുമ്പോഴാണ് ഇതിൽ നിറയെ മുന്തിരി. വിളവെടുത്ത് കഴിയുമ്പോൾ നമ്മളിത് കംപ്ലീറ്റ് വെട്ടിക്കളയും. എന്നിട്ട് പിന്നെ കൂണിങ് കഴിഞ്ഞിട്ടാണ് പിന്നെ ഇതുമ്മ നന്നായിട്ട് ഉണ്ടായി വരിക. അപ്പൊ മുന്തിരിനെ പറ്റി നിങ്ങൾ കേട്ടില്ലേ? ഇനി അടുത്തയിലേക്ക് പോകട്ടോ. പിന്നെ ഇത് നമ്മുടെ ബുഷ് ഓറഞ്ച് ആണ്. ഇപ്പൊ മിക്കയിടത്തും നമ്മളിത് കാണുന്നുണ്ട് ബുഷ് ഓറഞ്ച്. മിറാക്കിൾ ഫ്രൂട്ട് കഴിച്ചിട്ട് എപ്പോഴും ഇത് കഴിച്ചാൽ നല്ല ടേസ്റ്റ് ആണ്. നമുക്ക് നന്നായിട്ട് കഴിക്കാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് ബുഷ് ഓറഞ്ച് കഴിക്കാനായിട്ട് വലിയ സുഖമില്ല. നമുക്ക് വെള്ളം കലക്കാൻ അങ്ങനെയൊക്കെ പറ്റത്തുള്ളൂ. ജ്യൂസ് അടിക്കലൊക്കെയാണ്. മിറാക്കിൾ ഉണ്ടെങ്കിൽ നമുക്കിത് എങ്ങനെ കഴിക്കാം, നല്ല രസമായിരിക്കുള്ളൂ. ഇരുമ്മ ഇഷ്ടംപോലെ ഫ്ലേവർ ചെയ്തിട്ടുണ്ട്, ഉണ്ടാവലുണ്ട്. ഇപ്പോഴും ചെറുതൊക്കെ ഉണ്ട്.